അസ്സലാമു അലൈക്കും. എത്ര ലോൺ കയറും? സംസാരമില്ല. ഈ സ്വിഫ്റ്റ് അങ്ങനെ ഡീറ്റെയിൽസ് എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ മാർക്കറ്റ് വിലനെക്കാട്ടി 3-3.5 ലക്ഷം രൂപ വരെ റേറ്റിൽ മാറ്റം വരുന്നുണ്ട്. ഓൺ ദ റോഡ് പ്രൈസ് വരുന്ന ഏകദേശം 10 ലക്ഷത്തിന്റെ മുകളിൽ വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും യൂസുഫ് ഖാൻ ചോദിക്കുന്ന പ്രൈസ് എത്രയായിരുന്നു? നമുക്ക് 6 കൊടുക്കാം. 6.5 ലക്ഷം രൂപ മാക്സിമം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും അല്ലേ? അത് അതിലേറെ കിട്ടും. അതായത് 5300 കിലോമീറ്റർ ഓടിച്ച 2023 ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും നമ്മളെ യൂസുഫ് ഖാൻ അടുത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം 2 ആഴ്ച മുമ്പ് ഞാനിവിടെ വീഡിയോ എടുത്ത് പോയതാണ് അല്ലെ യൂസുഫ് ഖാൻ? പക്ഷെ ഓൾമോസ്റ്റ് എത്ര വണ്ടി പോയിട്ടുണ്ട്? 10-15 വണ്ടി സെയിൽ ആയിട്ടുണ്ട്. കാരണം ഇനി കുറഞ്ഞ 2-3-4 വണ്ടിയും കൂടെ ഇവിടെ ഉള്ളത്. പക്ഷെ എന്തുകൊണ്ട് ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാല് കാരണം അത്രക്കും എൻക്വയറി വന്നിട്ടുണ്ട്. വേറെ കാരണം നല്ല ക്വാളിറ്റി വണ്ടി, നല്ല പ്രൈസ്, വില കുറവിൽ കൊടുക്കാൻ പോവാണ്. ക്വാളിറ്റി ഉള്ളൂ വണ്ടി, ഫുള്ള് ക്വാളിറ്റി ഉള്ള വണ്ടി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം. 2021 വാഗണർ അല്ലേ? 2021 വാഗണർ നമുക്ക് ലാസ്റ്റ് ഫൈനൽ എത്ര പറഞ്ഞത്? 4.5 കൊടുക്കാം. 4.5 കൊടുക്കാം. 2021 വാഗണറിന് 4 ലക്ഷം രൂപ. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം 2029 വരെ പേപ്പറുള്ള 5 വർഷം പേപ്പറുള്ള ഈ ഒരു ഐറ്റം തരാൻ പോകുന്നത് വെറും 1,20,000 ഐറ്റം സ്പോർട്സ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. ഞാൻ അതേപോലെ തന്നെ വോൾസാന്റെ പോളോ നോക്കുകയാണെങ്കിൽ നല്ല റെഡ് കിളി അല്ലെ? റെഡ് കിളി 2011 മോഡൽ തരാൻ പോകുന്നത് 2.20. മൂപ്പര ചോദ്യമാണ്. ചോദ്യം നോക്കണ്ട, ലാസ്റ്റ് ഫൈനൽ നിങ്ങൾക്ക് കുറയ്ക്കാൻ അറിയുന്ന എനിക്ക് നല്ലോണം അറിയാം. എന്താണല്ലേ? ഓക്കെ. ഇനി അതേപോലെ തന്നെ ഈ ഒരു ഇയോണ് കണ്ടോ നിങ്ങൾ? ഈ ഒരു ഇയോണ് 2015 നല്ല നീറ്റ് വണ്ടി, വെറും 43,000 കിലോമീറ്റർ അല്ലേ? 43,000 കിലോമീറ്റർ ഓടിച്ച, ചെറിയ കിലോമീറ്റർ ഓടിച്ച നല്ല നീറ്റ് വണ്ടി. 2015 മാഗ്ന പ്ലസ് ആണ് വരുന്നത്. പ്രൈസ് വരുന്നത് 2 ലക്ഷം രൂപ അല്ലേ? 2.10. 2 ലക്ഷം രൂപ അല്ലേ? ലാസ്റ്റ് ഫൈനൽ അസ്സലാമു അലൈക്കും പറഞ്ഞ 2 ലക്ഷം രൂപ പ്രശ്നം. 2 രൂപ നമുക്ക് വാങ്ങാം. ഓക്കെ. ഇനി ഫോണിന്റെ എക്കോസ്പോർട്ട് നോക്കുകയാണെങ്കിൽ 3 എക്കോസ്പോർട്ട് വരുന്നുണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്. i20 വരുന്നുണ്ട്. i20 2015 ഡീസലൊക്കെ ചെറിയൊരു പൈസയൊക്കെ, അതായത് 30,000-40,000 രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ യൂസുഫ് നമ്മളെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് കൊണ്ടോട്ടി കീശ്ശേരി മൊറൈൻ റോഡിന് ഗണപതി സ്കൂളിന്റെ അടുത്ത് കുഴിമണ്ണാണ്. നമ്മളെ പുതിയോടത്ത് യൂസുഫ് ഖാനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞുതരും. പിന്നെ അതേപോലെ തന്നെ എവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിലും ഞാൻ എല്ലാവരോടും എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഇപ്പൊ മുക്താർ പറഞ്ഞിട്ടാണ്, യൂസുഫ് ഖാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് വണ്ടി നിങ്ങൾ എടുക്കരുത്. കാരണം നിങ്ങളെ ചോര നീരാക്കി ഉണ്ടാക്കുന്ന നിങ്ങളെ പൈസ അത് ചിലവാക്കുമ്പോൾ അത് പൂർണ്ണമായി, ഇപ്പൊ യൂസുഫ് ഖാൻ ആയാലും ഞാനാണെങ്കിലും അത് ചിലവാക്കുമ്പോൾ ഒന്ന് ചിന്തിക്കും. ആ ചിന്തിക്കുന്ന അതേമാതിരി നിങ്ങളെ വണ്ടി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ ആയിട്ട് മാത്രം എടുത്തോളി. അങ്ങനത്തെ അല്ലേ യൂസുഫ് ഖാൻ? അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മള് ചോര നീരാക്കുന്ന പൈസ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യത്തിന് ഉപയോഗിക്കണം. അപ്പോൾ എന്തായാലും അതൊക്കെ നിങ്ങളെ ഇഷ്ടം. അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിലേക്ക് വണ്ടി കാണിക്കാനുള്ള ഉത്തരവാദിത്വം മാത്രമാണ് എനിക്കുള്ളത് അല്ലേ? യൂസുഫ് ഖാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്ര വണ്ടിയുണ്ട്, ഏകദേശം വണ്ടി എത്ര വണ്ടിയുണ്ട്? 10-15 വണ്ടി. ഈ ഒറ്റയടിക്ക് ഫുള്ള് ഇവിടെ അടി, പ്ലാറ്റ്ഫോം, RC കാര്യങ്ങളൊക്കെ എനിക്ക് ചെക്ക് ചെയ്തിട്ട് ആ വീഡിയോ എടുക്കാൻ എനിക്ക് എന്നെ കൊണ്ട് കഴിയില്ല. കാരണം ഞാൻ ഒറ്റ പാർട്ട് കാണിക്കുന്ന വണ്ടികൾ ഏകദേശം 100-150 വണ്ടി ഉണ്ടാവും. നിങ്ങൾ അറിയാവും. കാരണം ഞാൻ കുറച്ച് സ്പീഡ് കൂടുതലാണ്. സ്പീഡ് കൂടുതൽ പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ആൾക്കാർക്ക് ആ ഒരു ഇത് കാണിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ചെക്കിംഗ് ഒക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവാണ്. അതേപോലെ തന്നെ വീഡിയോയിൽ ഒറ്റ കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു കാറിൻ്റെ കുറച്ച് ആക്സസറീസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ കാറിൻ്റെ വാഷിങ് കാര്യങ്ങളൊക്കെ ആക്സസറീസ് കിട്ടും. എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്തോളി. നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു വാഗണർ എന്നാണ് തുടങ്ങാം. കാരണം നല്ലൊരു ഓഫർ പ്രൈസിന് കൊടുക്കുമോ? കൊടുക്കാം. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽസ്? 2021 മോഡല്, 2021 ഒരു 27,000 കിലോമീറ്റർ. സംശയം 25,000-30. ചെറിയ ഓട്ടോ ഏത് ഓപ്ഷൻ വരുന്നത്? സിംഗിൾ ഓണർ VXI കിലോമീറ്റർ. 30,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട്. കൂടെ നമുക്ക് ഫോൺ ചെയ്യുമ്പോൾ ഫോൺ കൂടെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, വലിയ വർക്കൊന്നും അല്ലല്ലോ, സിമ്പിൾ വർക്കാണ് വരുന്നത്. നമുക്ക് ലാസ്റ്റ് 2021 ഈ ഒരു വാഗണർ VXI വെറും 30,000 കിലോമീറ്റർ ഓടിച്ച വണ്ടി എത്ര കൊടുക്കുക? നമുക്ക് 4.60 കൊടുക്കാം. 4,60,000 ഫൈനൽ ആണോ? ചെറിയ എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം. എത്ര ലോൺ വരും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഐറ്റന് 2009 വന്നാലും തോന്നുന്നല്ലേ? ഇപ്പൊ വന്നത് 2009 സ്പോർട്സ് ആണ്. ഏതാ 2000 റിന്യൂവൽ കഴിഞ്ഞാണോ? റിന്യൂവൽ കഴിഞ്ഞ് 29 പേപ്പർ. ഇനി ഒരു 5 വർഷത്തെ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കണ്ടീഷൻ വണ്ടി, RC കൈ കിട്ടിയ വണ്ടി അല്ലേ? ഓക്കെ, ലാസ്റ്റ് ഫൈനൽ എത്ര വേണം നിങ്ങൾക്ക്? നമുക്ക് 1.20 കൊടുക്കാം. 1.20 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് ഓഫർ ആയിട്ട് കിട്ടും. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ചെറുത് അങ്ങോട്ട് വലുതിലേക്ക് പോവാണ്. ഈ ഒരു ഇയോണ് 2015 മോഡല്. 2015 മോഡല്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. പിന്നെ 43,000 കിലോമീറ്റർ ഓട്ടോ, ജെന്യൂൻ ഓട്ടോ. 43,000 കിലോമീറ്റർ. മാഗ്ന പ്ലസ് അല്ല വരുന്നത്? മാഗ്ന പ്ലസ് അല്ല, ഡിലേ. പിന്നെ മാഗ്ന പ്ലസ് ആണല്ലോ. മാഗ്ന പ്ലസ് ഫുൾ ലോഡ് വണ്ടി. മാഗ്ന പ്ലസ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 43,000 കിലോമീറ്റർ ഓട്ടോ. ഓക്കെ, 2015 ഇയോണ് മാഗ്ന പ്ലസ് ആണ് വരുന്നത്. ലാസ്റ്റ് ഫൈൻ എത്ര കൊടുക്കാം? ലാസ്റ്റ് നമുക്ക് 2.10 കൊടുക്കാം.
അല്ല ആ ഓട്ടം ജെനുവിനാണ് വണ്ടി 2.10 കൊടുക്കാം. 2 രൂപയ്ക്ക് ലാസ്റ്റ്. ആവൂല. അസ്സലാമു അലൈക്കും. എന്തെങ്കിലും 2 രൂപയ്ക്ക് പൊളിച്ച് 2 രൂപ ഫൈനൽ ആക്കി കൊടുക്കും. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ആവും കിട്ടും. ഇല്ല കേട്ടോ, 2 രൂപ ഫൈനൽ ആക്കി. അല്ല ഇത് സംസാരമില്ല. ഈ സ്വിഫ്റ്റ് എങ്ങനെ ഡീറ്റെയിൽസ് 2018 വണ്ടി. 2018 വണ്ടി. സിംഗിൾ ഓണർ. ഡീസലാ വരുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ 63,000 കിലോമീറ്റർ ജെനുവിൻ ഓട്ടം. കമ്പനി സർവീസും ഹിസ്റ്ററി കാര്യങ്ങളും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പൊ 2018 ഡീസൽ ആണ്. സ്വിഫ്റ്റിൽ ഡീസൽ ആകുമ്പോൾ ഒന്നുകൂടി മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം ഡീസൽ വണ്ടി ഇപ്പോൾ അത്യാവശ്യം നല്ലോണം എൻക്വയറി ഉള്ള വണ്ടിയാണ്. പ്രൈസ് തന്നെ വരുന്നത് നമുക്ക് 6.30 കൊടുക്കാം. 6,30,000. എത്ര ലോൺ കയറും? 6.10 എന്തായാലും കയറും. 6,10 വരെ ലോൺ കയറും. ഓക്കെ. KUV 100 2017 വണ്ടി. 2017 വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററോ? 1.10. റീപ്ലേസ് ഉണ്ടല്ലോ? ഒന്നുമില്ല. അത് ഹൈബ്രിഡ് ആട്ടോ. ഹൈബ്രിഡ് KUV 100 ആകുമ്പോൾ ഒന്നും കൂടി മൈലേജ്. ഡീസലും ആണ് ഹൈബ്രിഡും ആണ്. മൈലേജ് ഒരു 25-26 എന്തായാലും കിട്ടും. പൈസ വരുന്നത് നമുക്കിത് 3.40 കൊടുക്കാം. 3,40,000. എത്ര ലോൺ കയറും? ഫുൾ ലോൺ കയറും. ഇനി അതേപോലെ തന്നെ ഫോർഡിന്റെ വണ്ടി അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ 3 എക്കോസ്പോർട്ട് ഒരുമിച്ച് നിർത്തിയിട്ടുണ്ട്. വൈറ്റ്, ഗ്രേ, ഇതേതാ ബ്ലൂവോ? ആഷ് ഗ്രേ. അപ്പൊ 3 കളർ ഉണ്ട്. ഫോണിന്റെ എക്കോസ്പോർട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഓഫറിന് കൊടുക്കണം. ഓഫർ തന്നെ ഉള്ളൂ. അപ്പൊ 3 ഫോണിന്റെ എക്കോസ്പോർട്ട് വരുന്നുണ്ട്. ഈ ഒരു വൈറ്റ് ആണ് ഡീറ്റെയിൽസ് വരുന്നത്. വൈറ്റ് 2017 വണ്ടി. 2017 ബേസിക് മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 97,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? 97 1.57 1.50 റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര വേണം നിങ്ങൾക്ക്? നമുക്ക് 5,20,000 കൊടുക്കാം. 5,20,000. 2017 ബേസ് മോഡൽ സെക്കൻഡ് ഓണർ. ഈ മോഡലോ? ടൈറ്റാനിയം പ്ലസ് വണ്ടി. ഏറ്റവും ഫുൾ ലോഡ്. ഇതാണ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്. ഏതാ മോഡൽ? 2013 മോഡൽ. 2013. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 97 ഓട്ടം. 90 റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര വേണം? 4.40 കൊടുക്കാം. 4.40 കൊടുക്കാം. 4.40. 2013. എത്ര ലോൺ കയറും? 4 ലക്ഷം എന്തായാലും ഒരു 40,000 ഉണ്ടെങ്കിൽ ഫോർഡ് എക്കോസ്പോർട്ട് വരുന്നത്. ഫുൾ ലോഡ് വണ്ടി. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു എക്കോസ്പോർട്ടോ? ഡിലൈറ്റ് പ്ലസ്. ഏതാ മോഡൽ? 2013 മോഡൽ. 14 രജിസ്ട്രേഷൻ. 13-14 രജിസ്ട്രേഷൻ. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1.40. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. നല്ല വണ്ടി. ക്ലീൻ വണ്ടി. ലാസ്റ്റ് ഫൈനൽ 3.60 കൊടുക്കാം. 3,60,000. എത്ര ലോൺ കയറും? 3.60 എന്തായാലും കയറും. ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഒരു 7 സീറ്റർ നോക്കുകയാണെങ്കിൽ ഇനോവ അവിടെ കിടക്കുന്നുണ്ട്. ഇതെങ്ങനെ ഡീറ്റെയിൽസ്? 2012 മോഡൽ G4 രജിസ്ട്രേഷൻ വണ്ടി. നമ്മൾ കൊണ്ടോട്ടി നമ്പറായ വണ്ടി. 2012 G4 7 സീറ്റർ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? ഇന്റർകൂളറല്ലോ? ഹിസ്റ്ററി എടുത്തിട്ടില്ല. അതിലുള്ള 2.20 ജനുവിനേക്കാര്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? മെയിൻ ക്ലാസ്. ഓക്കെ. പ്രൈസ് തന്നെ വരുന്നത് നമുക്ക് 6.45 കൊടുക്കാം. 6,45,000. എത്ര ലോൺ കയറും? 6 എന്തായാലും കയറും. 6 ലോൺ കയറും. ഒരു 40,000 ഉണ്ടെങ്കിൽ വണ്ടി വിടുന്നത്. അവിടെ സിംഗിൾ ഓണർ, ഇവിടെ സെക്കൻഡ്. അപ്പൊ എന്തായാലും ഒരു 40,000 ഉണ്ടെങ്കിൽ ഇനോവ നടക്കാം. ഓക്കെ. അതൊക്കെ നല്ല വണ്ടിയാണ്. മെക്കാനിക്കൽ മറ്റു കാര്യങ്ങളൊക്കെ ഫുൾ ഫിറ്റ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ മഹീന്ദ്ര XUV. ഏതാണ് ഇത്? 2016 സിംഗിൾ ഓണർ. 2016 സിംഗിൾ ഓണർഷിപ്പ്. 85,000 ഓട്ടം. K4 S4 ആണ്. S4 ബേസിക്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ആ റീപ്ലേസ്മെന്റ് ഉണ്ട്. മെയിൻ ക്ലാസ് ഉണ്ട്. മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് പക്ക കേരള വണ്ടിയല്ലേ? പക്ക കേരള വണ്ടി. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? 6.40 കൊടുക്കാം. 6,40,000. എത്ര ലോൺ കയറും? അത് ഏകദേശം ഫുൾ ലോൺ കയറേണ്ടതാണ്. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ എത്തിയോസ് ലിവ. ഏതാ മോഡൽ വരുന്നത്? 2017-18. 2017 പാണ്ട്. ഓണർഷിപ്പ് വരുന്നത്? രജിസ്ട്രേഷൻ വണ്ടി സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 1.10. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 6.60 കൊടുക്കാം. 6,60,000. എത്ര ലോൺ കയറും? 6 എന്തായാലും 6 ലോൺ കയറും. ഒരു 60,000 വണ്ടി വിടുന്ന നടക്കാം. ഈ ഒരു നാനോ അങ്ങനെ ഡീറ്റെയിൽസ് 2015 മോഡല് സിംഗിൾ ക്ലാസ് വണ്ടി. ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് അടിയിലൊന്നുണ്ട് നമുക്ക് പറയാം. അടിയിലുണ്ടല്ലേ? ഞാൻ അത് ആലോചിച്ചിട്ടാണ്. ഓട്ടോമാറ്റിക് അടിയിലൊന്നുണ്ട് നമുക്ക് പറയാം. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ട്വിസ്റ്റ് ആണ്. പക്ഷെ ഡിക്ക് ഓപ്പൺ അല്ല. പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ എത്ര വേണം? നിങ്ങൾ കുറച്ച് പറഞ്ഞു. 1.5 കൊടുക്കാം. 1.5 കൊടുക്കാം. 2015 വണ്ടി. 2015 ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള വണ്ടി 1.5. ഈ ഒരു ആൾട്ടോ ചെറിയ പൈസ കൊടുക്കും. 2012 70,000 ഇവിടെ വണ്ടി. 2012 70,000. ഓണർഷിപ്പ് 4. കിലോമീറ്ററോ? കിലോമീറ്റർ 75,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് നമുക്കിത് 2.45 1.45 കൊടുക്കാം. 2.45 എന്താ പറയോ? ഇല്ല 40 കൊടുക്കാം. 1.40 കൊടുക്കാം അല്ലേ? ലാസ്റ്റ്. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്ന സെലേരിയോ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? ഓട്ടോമാറ്റിക്. ഏതാ മോഡൽ വരുന്നത്? സെക്കൻഡ് RC ഓണർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല.
കമ്പനി സർവീസ് 1.22 ഓട്ടം 1.22 ഓട്ടം ഒന്നുമില്ല പ്രൈസ് 3.10 കൊടുക്കാം ഓഫർ ആട്ടോ എല്ലാരും വണ്ടി ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല 3.10 മാക്സിമം ലോൺ ഓക്കെ ഇനി അതേപോലെ തന്നെ i20 വരുന്നുണ്ട് റെഡ് കളറാണ് വരുന്നത് ഡീസലാണോ പെട്രോൾ ഡീസലാണ് ഏതാ മോഡൽ വരുന്നത് 2015 വണ്ടി 2015 വണ്ടി മാഗ്ന ഡീസൽ മൂന്നാമത്തെ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ 1.10 റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല പ്രൈസ് ആണ് വരുന്നത് നമുക്ക് 4.40 കൊടുക്കാം 4,40,000 എത്ര ലോൺ കയറും 4 രൂപ എന്തായാലും 4.10 എന്തായാലും കയറും 4.10 എന്തായാലും കയറും അല്ലേ അപ്പൊ ഒരു 10,000 രൂപ വണ്ടി സുഖമായിട്ട് കൊടുത്ത് നോക്കാം ഇനി നെക്സ്റ്റ് വരുന്ന നിസാന്റെ സണ്ണിക്കുട്ടെ 2010 റിയാണോ അല്ലേ കേരള റിയാണ് ഏതാ മോഡല് 2016 വണ്ടി 2016 ഏതാ ഓപ്ഷൻ ബേസിക് ഡീസൽ അതിൽ ബാക്കിൽ പവർ വിൻഡോ അല്ല ഡീസൽ ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ 95,000 കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നുമില്ല ഫൈനൽ പ്രൈസ് എത്ര നമുക്ക് 3.10 കൊടുക്കാം 3.10 ഫൈനൽ ആയിട്ട് ഓക്കെ ഈ നെക്സ്റ്റ് വരുന്ന കിഡ് 2021 വണ്ടി 2021 ഏതാ ഓപ്ഷൻ വരുന്നത് ഫുൾ ലോഡ് വണ്ടി 1200 cc ആണോ 1200 cc ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് തേർഡാണ് കിലോമീറ്ററോ 23,000 റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര 4.20 കൊടുക്കാം 4,20,000 എത്ര ലോൺ കയറും ഫുൾ ലോൺ ആയിട്ട് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് എത്തിയോസ് 2016 ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസലാണ് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല കർണാടക റിയാണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല 2016 ആണ് GDSP 2 എയർ ബാഗും കാര്യമൊക്കെ വരുന്ന വണ്ടി ഓക്കെ നമ്പർ ആയതല്ലേ നമ്പർ ആയതാണ് ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കാം നമുക്ക് ലാസ്റ്റ് ഫൈനല് 4.60 കൊടുക്കാം 4,60,000 എത്ര ലോൺ കയറും 4.10 എന്തായാലും ലോൺ കയറും കഴിഞ്ഞിട്ടില്ല മോനെ ഇനി താട് പോയി കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളുണ്ട് ഇനിയിപ്പം മതിലെടുത്ത് ചാടണം അങ്ങോട്ട് ഇപ്പൊ യൂസുക ഇനി നെക്സ്റ്റ് നമുക്ക് ഓഫർ ഉണ്ടോ ഓഫർ അല്ല സർക്കഞ്ഞി വരാൻ പോണേ ഫാൻസി നമ്പറിന്റെ ഒരു ലോഗാണ് കായ് കുറച്ച് കൂടുതൽ കൊട്ടും കാരണം കായ് കൊടുത്തു വാങ്ങിയ നമ്പറുകളാണ് പക്ഷെ ഞമ്മക്ക് എന്ത് ഫാൻസി നമ്പർ തന്നാലും തന്നില്ലെങ്കിലും ഞമ്മക്ക് നല്ല കണ്ടീഷൻ വണ്ടി ചെറിയ പൈസ കിട്ടണം ഫാൻസി നമ്പറിനൊന്നും കൂടുതൽ എടുക്കുന്ന ഒരു ബ്ലോഗർ ഒന്നല്ല ആയിക്കോട്ടെ ഫാൻസി നമ്പറിൽ കളി എടുക്കണ്ടേ നിങ്ങൾ 8,000 അതേപോലെ തന്നെ 1,999 ഒക്കെ നിങ്ങൾ എടുത്തോളി അത് നമുക്ക് വിഷയമില്ല ഓക്കെ ഈ ഒരു മൊബൈൽ അത് നമ്മൾ ക്യാഷ് ഓഫർ ഏറെ പറയുന്നില്ല അല്ല ഓവർ ആണെങ്കിൽ ഞാൻ പറയും വീഡിയോയിൽ ഞാൻ പറയും ഓവറാണെന്ന് അറിയും ഈ 8 നമ്പർ ഇതൊക്കെ ഒന്നും ഫാൻസി നമ്പർ അല്ല കേട്ടോ മക്കളെ വെറുതെ വിചാരിക്കണ്ട അപ്പൊ ഹോണ്ട മൊബൈലിയോ എസ് ഒരു 7 സീറ്റർ അല്ല 7 സീറ്റർ വണ്ടി ഡീസൽ ആണോ പെട്രോൾ ആണോ ഇത് ഡീസൽ ഏതാ മോഡല് 2014 വണ്ടി 2014 ഓൺഷിപ്പോ തേർഡ് ഓണർഷിപ്പ് ഒരു 7 സീറ്ററിൽ ഒരു 25 ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ് എന്തായാലും കിട്ടും പക്ഷെ ഒരു 3 നമ്മൾ കൂട്ടി പറഞ്ഞതാണ് അമേസിന്റെ എഞ്ചിൻ അല്ലേ അമേസിന്റെ എഞ്ചിനാണ് 25 ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ കിട്ടുന്നുണ്ട് ഓൺഷിപ്പ് 2013 അല്ലേ പറഞ്ഞു മൂന്നാമത്തെ ഓണർഷിപ്പ് കിലോമീറ്റർ 1,22,000 റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നുമില്ല പ്രൈസ് തന്നെ വരുന്നത് പ്രൈസ് നമുക്ക് 4.50 കൊടുക്കാം 4,50,000 കൊടുക്കാം എത്ര ലോൺ കയറും അത്ര ലോണും കയറേണ്ടതാണ് ചെറിയ പൈസകൾ മാറ്റാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും ഓക്കെ ഇനി നെക്സ്റ്റ് ഉണ്ടായിന്റെ ഒരു സടാൻ വണ്ടി നോക്കുകയാണെങ്കിൽ ഉണ്ടായിന്റെ സടാൻ വണ്ടി എന്ന് അറിയപ്പെടുന്ന ഉണ്ടായിന്റെ വർണ്ണ ഫുൾ ലോഡ് വണ്ടി ഏതാ മോഡൽ വരുന്നത് 2013 വണ്ടി 2013 ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ 1.7 റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര 3.40 കൊടുക്കാം 3,40,000 എത്ര ലോൺ കയറും ഏകദേശം ആ പൈസ തന്നെ ഗ്യാരണ്ടിയാണ് ഓക്കെ ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന വോൾസാന്റെ പോളോ റെഡ് കളർ ഏതാ മോഡൽ വരുന്നത് 2011 ഡീസലാണോ പെട്രോൾ ഡീസലാണ് ഓൺഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ 1.20 ഹൈലൈൻ പ്ലസ് അല്ല വരുന്നത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പ്രൈസ് അങ്ങനെ ലാസ്റ്റ് പ്രൈസ് നമുക്ക് 2.20 കൊടുക്കാം 2,20,000 2011 ഡീസൽ വോൾസാന്റെ പോളോ നമ്മൾ കൊടുക്കുക ഓക്കെ ഇനി അതേപോലെ തന്നെ ഒരു ബീറ്റ് വരുന്നുണ്ട് ബീറ്റ് ഏതാ മോഡൽ വരുന്നത് മോഡൽ 2012 വണ്ടി 2012 ഓൺഷിപ്പ് പറഞ്ഞത് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ബേസ് മോഡലാണ് ഡീസൽ പെട്രോളോ പെട്രോൾ ഡീസൽ പവർ ഇൻഡോ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നുമില്ല പ്രൈസ് തന്നെ വരുന്നത് നമുക്ക് 1.10 കൊടുക്കാം 1,10,000 കൊടുക്കാം 2012 ഡീസൽ മെക്കാനിക്കലൊക്കെ 100 എങ്ങനെ കൊണ്ട് ചെക്ക് ചെയ്യാം ഓക്കെ 2010 ഡീസൽ ബീറ്റ് 1.10 2012 ഡീസൽ ബീറ്റ് 1.10 ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഐറ്റണോ 2008 മോഡലാണ് 28 വരെ പേപ്പർ 4 വർഷം പേപ്പർ ഇനി ബാക്കി പാർക്കിംഗ് സൈഡാണ് പാർട്ടിയോട് ചോദിക്കാൻ പറഞ്ഞ പൈസ 1.30 ആണ് അത് കുറച്ച് കൂടുതലാണ് പാർട്ടി വന്നാൽ നമുക്ക് ഫോണിൽ കൂടെ ഡീൽ ചെയ്യാം
അല്ല അത് പ്രൈസ് കൂടുതലാണ് കൂടുതലാണ്. കാരണം നിങ്ങൾ 2009 5 വർഷം പേപ്പറിൽ 1.20 പറഞ്ഞത്. അതായത് പാർട്ടി നമുക്ക് ചോദിക്കാൻ പറഞ്ഞാൽ ചോദിക്കണല്ലോ, ഒരു വരുമ്പോൾ പാർട്ടി ചോദിച്ചോട്ടെ, ബാക്കി അവർ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. ഓക്കെ, ഈ ഒരു i20 2015 ഡീസൽ പിന്നെ ഫുൾ ലോഡ് വണ്ടി. 2015 ഡീസൽ ഫുൾ ലോഡ്. ഓൺഷിപ്പോ ബട്ടർ സ്റ്റാർട്ട് വണ്ടി. സെക്കൻഡ്. കിലോമീറ്റർ 1.7. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത് പ്രൈസ് 4,40,000 കൊടുക്കാം. 4,40,000. എത്ര ലോൺ കയറും? ഫുൾ ലോൺ കയറേണ്ടതാണ്. ഫുൾ ലോൺ കയറേണ്ട. 2015 ഡീസൽ i20 440 മാക്സിമം ഓൺ ചെയ്തെടുക്കും. അതേപോലെ തന്നെ ഈ ഒരു നാനോ ടിസ്റ്റോ ഓട്ടോമാറ്റിക്. ഏതാ മോഡല്? സെക്കൻഡ് ഓണർ 2016 വണ്ടി. 2016. കിലോമീറ്ററോ? കിലോമീറ്റർ 1.10. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഒരു 1.50 കൊടുക്കോ? സോറി 60,000 കിലോമീറ്റർ. 1.50 കൊടുക്കോ? 1.60 ലാസ്റ്റ്. 1.60 ലാസ്റ്റ് മാക്സിമം ഓൺ ചെയ്തെടുക്കും. മാക്സിമം ലോൺ ചെയ്തു. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്ന സ്കോഡന്റെ ഏതാണ്? സ്കോഡ ഫുൾ ലോഡ് വണ്ടി. ഏതാ മോഡല്? 2012 വണ്ടി. 2012. ഓൺഷിപ്പോ? 13. 2013. ഓൺഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.7. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. 1.8 കേട്ടോ, സോറി 1.8. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇതിന്റെ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 2.3. നിങ്ങൾ പറഞ്ഞ ആ ഒരു അമേസ് ഇതല്ലേ വരുന്നത്? 2023 വണ്ടി. 2023 വണ്ടി. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. ഇഷ്ടംമാതിരി ആൾക്കാർ വന്നതാ. ഞാൻ റൈറ്റോട് ചെറിയ മാറ്റത്തിന് പിന്നെ കൊടുക്കാൻ പിന്നെ തുല്യ താല്പര്യം ഇപ്പൊ തീരുമാനിച്ചിരിക്കുക കൊടുക്കാന്നുള്ളത്. ഒരുപാട് എക്സ്ചേഞ്ചിലെ കച്ചവടം വന്നില്ല. കാരണം വെറും 2023 വെറും 4,000 കിലോമീറ്റർ ഓടിച്ചു 5,300 5,300. നിങ്ങൾ 1,300 ഓടിച്ചല്ലേ? അപ്പം 5,300 കിലോമീറ്റർ ഓടിച്ച വണ്ടി റീപ്ലേസ്മെന്റ്, ചെറിയൊരു റീപ്ലേസ്മെന്റ് ഉണ്ട്. ഫുൾ ഓപ്ഷൻ അല്ലേ വരുന്നത്? റീപ്ലേസ്മെന്റ് പറയാം, നമുക്ക് മെയിൻ ക്ലാസ്സേ ഉള്ളൂ. റീപ്ലേസ്മെന്റ് ഉള്ളൂ. ചെറിയ വർക്ക് എടുത്തിട്ട് വണ്ടി, ചെറിയ വണ്ടി വർക്ക് എടുത്തിട്ടുണ്ട്. റീപ്ലേസ് എന്ന് പറയാൻ മെയിൻ ക്ലാസ് ആണ്. ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട്. മൂപ്പരെ വിളിച്ചാൽ കിട്ടും. 2023 വെറും 5,300 കിലോമീറ്റർ ഓടിച്ച ഫുൾ ഓപ്ഷൻ വണ്ടി. ഡീസൽ അല്ലേ? ഫുൾ ഓപ്ഷൻ അല്ല, ബേസിന്റെ നേരെ മേലെ, ബേസിന്റെ തൊട്ട മുകളിൽ. പെട്രോൾ അല്ലേ വരുന്നത്? പെട്രോൾ. ഏകദേശം മാർക്കറ്റ് വില കാട്ടിയും, അതായത് ഒരു അമേസ് എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ മാർക്കറ്റ് വില കാട്ടി 3-3.5 ലക്ഷം രൂപ വരെ റേറ്റിൽ മാറ്റം വരുന്നുണ്ട്. ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 10 ലക്ഷത്തിന്റെ മുകളിൽ വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും യൂസുഫ് ഖാൻ ചോദിക്കുന്ന പ്രൈസ് എത്രയായിരുന്നു? നമുക്ക് 6 കൊടുക്കാം. 6 ലക്ഷം രൂപ മാക്സിമം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കും അല്ലേ? അത് അതിലേറെ കിട്ടും. അതായത് 5,300 കിലോമീറ്റർ ഓടിച്ച 2023 അമേസ് വണ്ടി മാർക്കറ്റ് വില കാട്ടി ഒരു 3.5 ലക്ഷം രൂപ കുറച്ചിട്ടാണ് 6 ലക്ഷം രൂപ കൊടുക്കുന്നത്. ഒരു സ്വിഫ്റ്റ് അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 വണ്ടി, അല്ല സോറി 2019 വണ്ടി. VXI പെട്രോൾ. ഓൺഷിപ്പ് പറഞ്ഞത്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.22 കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നും പെട്രോൾ ആയിട്ട് 1.22 ഓടിക്കണം അല്ലേ? ഓക്കെ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് 5.5 കൊടുക്കാം. 5 കൊടുക്കാം. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം. ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. 6 രൂപന്റെ വണ്ടിയില്ല, ഓട്ടം കൊണ്ടാണ് 1 ലക്ഷം രൂപന്റെ കമ്മി. കമ്പനി സർവീസ്. അപ്പൊ എന്താണ് യൂസുഫ് ഖാൻ നമ്മുടെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത്? കൊണ്ടോട്ടി കീശ്ശേരി മൊറയൂർ റോട്ടില് ഗണപതി സ്കൂളിന്റെ അടുത്ത്. നമ്മൾ പുതിയ യൂസുഫ് ഖാൻ, നമ്മളെ യൂസുഫ് ഖാന്റെ നമ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി, ആരും മിസ്സാക്കണ്ട. പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോവാണ്. ഒരുപാട് കാറുകൾ നമ്മളിപ്പോ 2 ആഴ്ച സ്റ്റോക്ക് ഫുള്ള് തീർന്നു കഴിഞ്ഞിട്ടില്ല. 2 ആഴ്ച 1-2 വണ്ടികൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പോയിട്ട്. ഓക്കെ. അപ്പൊ എന്താണ് നിങ്ങളെ നമ്പർ അടിയിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർ വിളിച്ചോ. അതെ.